നമസ്കാരം. പുലിക്കുട്ടികളും സിംഹങ്ങളും കടുവയും മുതൽ ചീങ്കണ്ണികൾ വരെ പിന്മാറിക്കൊടുത്ത് പെൺപൂച്ചകളെ മുന്നിൽ കൊണ്ടുവരാൻ അമ്മ എന്ന സംഘടന തീരുമാനിച്ചപ്പോൾ നമ്മുടെ സജി ചെറിയാൻ വരെ പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം സർക്കാർ തുടങ്ങി വെച്ചു, അമ്മയിൽ നടപ്പായെന്ന്. ഒരു റോളും സർക്കാരിനില്ല ആ മത്സരത്തിൽ. എന്നാലും ജയിച്ചപ്പോൾ, സ്ത്രീകൾ ജയിച്ചപ്പോൾ സജി ചെറിയാൻ വെച്ച് കാച്ചിയതാണ് സ്ത്രീ ശാക്തീകരണം സർക്കാർ തുടങ്ങി വെച്ചു, അമ്മയിൽ നടപ്പായി. നന്നായി. അമ്മയിലെ എല്ലാവരെയും നയിച്ച ഇടവേള ബാബുവിനെ മാനസികമായി തകർത്ത് ഒറ്റപ്പെടുത്തിയപ്പോൾ പറഞ്ഞതും കുറേ കാലമായി അച്ചുവീട്ടിൽ കഴിയുന്ന പോലെ അമ്മയെ കൊണ്ട് നടക്കാനായില്ലേ, മാറുന്നില്ല, ഇനി ഞങ്ങൾ ഭരിച്ച് കാണിച്ചു തരാമെന്നായിരുന്നു. ചില യൂട്യൂബർമാരും അമ്മയുടെ മക്കളായ ചില കിങ്കരന്മാരും ചില മുതുക്കി തള്ളമാരും തിരഞ്ഞെടുപ്പ് മത്സരം ഞങ്ങൾ നിയന്ത്രിക്കും, ഞങ്ങൾ പറയുന്നവർ ജയിക്കും, ജയിപ്പിച്ചിരിക്കും എന്നൊക്കെ ശട്ടം കിട്ടി. ഇവർ കണ്ടെത്തിയ പലരും പാതി വഴിക്ക് പുറത്താവുകയോ പുറത്തു പോവുകയോ അടിയും പിടിയുമൊന്നും ഇല്ലാതിരുന്നെങ്കിലും പരസ്പരം ഗോഗോ വിളിച്ചും ആരോപണ പെരുമഴ പെയ്യിച്ചും ചാനലുകൾക്ക് ഉത്സവ ലഹരി ഉണ്ടാക്കി കൊടുത്തിട്ട് തിരഞ്ഞെടുപ്പ് നടത്തി. പക്ഷേ വിചാരിച്ചതുപോലെ തങ്ങൾ നിയന്ത്രിക്കുന്നവർ വിജയിച്ചില്ല എങ്കിലും ചിലർ ജയിച്ചു കയറി, കീ പോസ്റ്റിൽ തന്നെ ജയിച്ചു കയറി. ലക്ഷങ്ങൾ പറ്റിച്ചവരും ക്രിമിനൽ കേസ് പ്രതിയും ഒക്കെ ജയിച്ചു. അവരൊന്നും മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത്, പക്ഷേ അവരൊക്കെ ജയിച്ചു. ദോഷം പറയരുത്, ജയിച്ചു വന്നവർ ആരും ഒരു ചൂക്കും ഇതേവരെ ഭരണത്തിൽ കാഴ്ചവെച്ചിട്ടില്ല. ഡാൻസ് കളിച്ചും ഫാഷൻ ഷോ കാണിച്ചും പാട്ടുപാടിയും കൂടെയുള്ളവരെ കേസിൽപ്പെടുത്തിയുമൊക്കെ നടന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുമാത്രം നടക്കുന്നു മാസങ്ങളായി. ഇവിടെ ഒരു ഓഡിയോ മെസ്സേജ് കേൾപ്പിക്കാം. അമ്മയുടെ തലപ്പത്തെ ഒരു ഭരണാധികാരി ഭരിക്കുന്ന കമ്മിറ്റിയിലെ ഒരു അംഗമായ നീന കുറുപ്പിനെ പറയുന്ന സത് വചനങ്ങളാണ്. ഒന്ന് കേട്ടിട്ട് വരൂ. നീന കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെക്കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങളെ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലും ഇല്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്? നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? വിഷമാണ് നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്, മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ്, നിങ്ങളെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീന കുറുപ്പേ, പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും, മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരെയും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്. നീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്, മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു ഉണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം, മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ.
നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് എന്നുമായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നും ഇല്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഇല്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കേട്ടല്ലോ, 16 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ അവർക്ക് മാത്രം അയച്ച ഓഡിയോ മെസ്സേജാണ്. ആ 16 എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് അയച്ചത് എനിക്കെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. നിങ്ങൾ നോക്കിയേ, നീന കുറുപ്പിനെ വിളിക്കുന്ന തെറി ഒന്ന് കേട്ടല്ലോ അല്ലേ? നിങ്ങൾ കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ നീന കുറുപ്പിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഒന്നുകിൽ രാജിവെച്ച് പോവും, ഇല്ലെങ്കിൽ ഈ ഫോണിലൂടെ മെസ്സേജ് അയച്ചവളെ ചവിട്ടി കൂട്ടുമായിരുന്നു. നീന കുറുപ്പിനെ മലയാളികൾക്ക് അറിയാം. ശ്രീധരൻ്റെ 1-ാം തിരുമുറിവിൽ മമ്മൂട്ടിയുടെ നായികയായി തുടക്കം കുറിച്ച നടിയാണ്. പിന്നെ നായികയായി തുടരാൻ ആയില്ലെങ്കിലും ക്യാരക്ടർ റോളിൽ അവർ ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയയായ നടിയായി. അവർ അമ്മയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ്. അവരെ ഉപദേശിക്കുകയാണ് മറ്റൊരു ഭരണസമിതി അംഗം. എന്തെല്ലാം വിളിച്ചു പറയുന്നു എന്ന് നോക്കിയേ. ഇത്തരം 3 ഓഡിയോ മെസ്സേജ് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ചെറുതും മാന്യമായി പറയുന്നതും മാത്രമേ ഞാനിവിടെ കേൾപ്പിച്ചുള്ളൂ. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ കടത്തി വെട്ടുന്നതാണ് മറ്റ് 2 ഓഡിയോകൾ. തെറിയെന്നുള്ള തെറിയോട് തെറിയാണ് വിളിക്കണേ. 500-ലധികം അംഗങ്ങളുള്ള അമ്മയെ നയിക്കാൻ അടുത്ത 3 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത നടിയാണെന്ന് പറയുന്ന ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ ഭരണിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അവൾ എന്തൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കിയേ. കോടതിയിലെത്തിയ വഞ്ചന കേസ് നിലനിൽക്കുമ്പോൾ അത് ഒളിച്ചു വച്ച് മത്സരിച്ച് ജയിച്ച മഹതിയാണ് ഈ തെറിയ അഭിഷേകം നടത്തുന്നത്. ഒരു ചലച്ചിത്ര നിർമ്മാതാവ് തന്നെ പറ്റിച്ചാൽ ലക്ഷങ്ങളുടെ തെളിവുകളടക്കം അമ്മയിൽ പരാതിപ്പെട്ടിട്ട് മാസങ്ങളായി. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും കൂടി പഠിക്കുകയാണത്രേ ഈ പരാതി. പ്രതിപ്പട്ടിയിൽ നിൽക്കുന്ന ഈ ഭരണാധികാരി പറയുന്നത് ഞാൻ അയാൾക്ക് എതിരെ കേസ് കൊടുത്തതാണ് എന്നാണ്. കിടുവയെ പോലെയാണ് പറയുന്നത്. അത് അയാൾ എൻ്റെ പേര് കേസ് കൊടുത്തതല്ല, ഞാൻ കൊടുത്തതാ അവൻ്റെ പേരിൽ. ഒരു ചുക്കും ചെയ്യാനുള്ള ചങ്കൂറ്റം അമ്മ ഭരിക്കുന്ന സിംഹിണികൾക്കില്ല എന്ന് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ തെളിയിച്ചു. അവർ പഠിച്ച് എങ്ങനെയെങ്കിലും 3 വർഷം കൊണ്ടുപോകും. ഒരു സഹപ്രവർത്തകയെ പരസ്യമായി മോശം വാക്കുകളാൽ ഭത്സിക്കാമോ എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. എന്നിട്ടും ഒരു നടപടിയും എടുക്കാൻ കഴിയാതെ അമ്മയുടെ ഭരണാധികാരികൾ ഉണ്ണാക്കികളായി ഇരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ ഭരണം പിടിച്ചെടുക്കാനാവാതെ പോയ ചില ഉണ്ണാക്കന്മാരുടെ പിന്തുണ ഈ പെണ്ണും പിള്ളയ്ക്കുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല, നമ്മൾ വല്ല ന്യായവും പറഞ്ഞാലവൾ നമ്മുടെ ഗുണവധികാരം വിളിച്ചു കൂവുമോ എന്ന പേടിയും പലർക്കുമുണ്ട്. അതിനാൽ ആരും മിണ്ടുന്നില്ല. വായില്ലാക്കുന്നില്ല അപ്പന്മാരായിരിക്കും വീരശൂര പരാക്രമികൾ. ഈ പോക്ക് പോയാൽ അമ്മ എന്ന സംഘടന തകരും എന്നതിൽ ഒട്ടും സംശയം വേണ്ട. അമ്മയുടെ കൈനീട്ടമെന്ന 5000 രൂപയ്ക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പേർ വിഷമത്തിലാവും. ഒറ്റപ്പാലത്തുള്ള ഒരു ശാപ്പാട് കമ്പനിക്ക് 10-30 ലക്ഷം രൂപ കിട്ടാവുന്ന സ്പോൺസറിങ്
10-14 ലക്ഷത്തിന് ഭക്ഷണ സ്പോൺസറിങ്ങിലൂടെ കൊടുത്തതിലെ മുറിമുറിപ്പിൽ നിന്നാണ് ഈ തെറിവിളി, നിങ്ങൾ കേട്ട തെറിവിളിയുടെ തുടക്കം. കഴിഞ്ഞ 3-4 വർഷമായി ഈ ശാപ്പാട്ട് വിപ്ലവം വിവാദത്തിലാണത്രേ. കമ്മിറ്റിയിലുള്ള ഒരു മഹാൻ ഈ കാറ്ററിംഗുകാരുമായി എന്തൊക്കെയോ വഴിവിട്ട ഒപ്പിക്കലുണ്ട് എന്ന് പറയുന്നു. ബാക്കിയൊക്കെ ഞാൻ ഉറപ്പായിട്ട് പിന്നാലെ പറയാം. വേണമെങ്കിൽ ഞാൻ മാറ്റി വച്ചിരിക്കുന്ന 2 ഓഡിയോ അടുത്ത എപ്പിസോഡുകളിൽ വേണമെങ്കിൽ കേൾപ്പിക്കുകയും ചെയ്യും. തെറിയായതുകൊണ്ടാണ് ഞാൻ അത് കേൾപ്പിക്കാത്തത്. മാന്യമായി പറഞ്ഞതാണ് ഇപ്പോൾ കേൾപ്പിച്ചത് നിങ്ങളെ. ആ മാന്യത നിങ്ങൾ കേട്ടല്ലോ. ഈ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ഒക്കെ ചേർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു സംഘടനയെ ഈ ഉണ്ണാക്കികൾക്ക് ഇട്ടുകൊടുത്ത് നശിപ്പിക്കുന്നല്ലോ എന്നാലോചിച്ചപ്പോൾ ഈ അടുത്ത കാലത്തും ഗണേശൻ പറയുന്നുണ്ട്, ഞാൻ അമ്മയിൽ നിന്നൊക്കെ എല്ലാം മതിയാക്കി, അത് ശരിയാവില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ഗണേശൻ ചെയ്യാൻ പാടില്ലായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വായില്ല കുന്നിൽ അപ്പന്മാരെ പോലെ ഇരിക്കാനും പാടില്ലായിരുന്നു. സുരേഷ് ഗോപി ഇടയ്ക്കെന്തോ ഇടപെട്ടതാണ്, സ്വരം നന്നല്ല എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും സുരേഷ് ഗോപി മുങ്ങിക്കളഞ്ഞത്. എന്തായാലും നാരീ ഭരിച്ചടം നാകുട്ടി ഇട്ടടം നാരകം പട്ടടം ഒക്കെ തൊലയുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. നാരി ഭരിച്ച ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ പറഞ്ഞ പഴമൊഴിയെ വിശ്വസിക്കാനും വയ്യ. എങ്കിലും ഞാൻ പറയുന്നു, കൊടും കൈയായിപ്പോയി അമ്മയിലിപ്പോൾ നടക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ നിർത്തുന്നു. ഇതിനെന്തെങ്കിലും റിയാക്ഷനൊക്കെ വരികയാണെങ്കിൽ, ഒരു സിനിമാ നിർമ്മാതാവിനെ പറ്റിച്ച് 10 ലക്ഷങ്ങൾ പറ്റിച്ച് അയാൾക്ക് കള്ളച്ചെക്ക് കൊടുത്ത് ആ ചെക്ക് ബൗൺസായി, അമ്മയ്ക്ക് പരാതി കൊടുത്ത് അവസാനം അയാൾ പോലീസിൽ പരാതി കൊടുത്ത് കേസാക്കി, ക്രിമിനൽ കേസാക്കി, വാദത്തിന് ഇപ്പോൾ 2-3 ആഴ്ചകളിൽ വിധി വരുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്തത് കണ്ടിട്ട് ഈ തെറി വിളിച്ചോള് പറയുക, സിനിമാക്കാരുടെ മുഴുവൻ സിനിമാക്കാരെയും വിളിച്ച് പറയുക, ആ ശാന്തിയുള്ള ദിനേശന് ഒരു അബദ്ധം പറ്റി കേട്ടാ, കളിച്ചത് എൻ്റെ കൂടെയാണ്, ഇപ്പോൾ എൻ്റെ പുറകെ നടക്കുകയാണ് കാലും പിടിച്ച്, എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് എന്നെ ഊരി തരണേ, എൻ്റെ പേരിൽ കേസ് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയാണെന്ന് ഈ പെണ്ണ് പറയുന്നു കാണുന്നവരുടെയൊക്കെ. ഇവളുടെ ജന്മം കൊടുത്തവൻ 10 ജന്മം ജനിച്ചാൽ ഞാൻ പുറകെ പോവുമോ? അങ്ങനെ നാക്കെടുത്ത കള്ളം മാത്രം പറയുന്ന, അഹങ്കാരം മാത്രമുള്ള, വാതുറന്നാൽ തെറിയ അഭിഷേകം നടത്തുന്ന, ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു പെണ്ണാണ് ഇപ്പോൾ അമ്മ ഭരിക്കുന്നത്. ക്രിമിനൽ കേസിൽ പ്രതിയായപ്പോൾ പറയുകയാണ്, ഞാൻ ആ പ്രൊഡ്യൂസറുടെ പേരിൽ ഞാനല്ലേ കേസ് കൊടുത്തത്, അയാൾ എൻ്റെ പേരിലല്ല, ഞാൻ വാങ്ങിച്ച ലക്ഷങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. ഇതാരെ പറ്റിക്കാൻ? അതും വെച്ചോണ്ടിരിക്കുകയാണ് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും കൂടെ. നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം, പഠിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട്. പഠിച്ച് 3 വർഷം എത്തുമ്പോഴേക്കും ഈ അമ്മ എന്ന് പറഞ്ഞ സാധനം തീരും. ഭയങ്കര കഷ്ടമായിപ്പോയി. പെണ്ണുങ്ങൾ മത്സരിച്ചപ്പോൾ പിന്തുണ കൊടുത്ത ആളാണ് ഞാൻ. ഒരിടത്തുമില്ല. 4 മല ചേരും, പക്ഷേ 4 ചേരില്ല എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അത് അക്ഷരം പ്രതി സത്യമാണെന്ന് ഓരോ ദിവസവും അമ്മ തെളിയിക്കുന്നു. നന്ദി, നമസ്കാരം.